പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വിലയിരുത്താൻ ഇന്ന് KSEBയുടെ ഉന്നതതല യോഗം കൂടി ചേരുന്ന ദിവസമാണ് കേട്ടോ. വരും ദിവസങ്ങളിൽ ലഭ്യതയും വിതരണവും ഒക്കെയും ചർച്ചയാകും. കേരളത്തെ ഈ ചൂടിന് ശമനം ഇല്ല എന്നുള്ള വിലയിരുത്തൽ KSEBക്കുമുണ്ട്. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. ഹാൻസ് വിവരങ്ങളുമായി ചേരുന്നു. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ ചൂടിന് ശമനമില്ലാതെ തുടരുന്നു. അതിനൊപ്പം തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈദ്യുത ഉപഭോഗം സർവകാല റെക്കോർഡിനാണ്. വൈദ്യുതിയുടെ കൂടെ ആശ്രയമില്ലെങ്കിൽ മനുഷ്യന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ KSEBയുടെ യോഗവും ഇന്ന് നിർണായകമായിരിക്കും. എപ്പോഴാണ് യോഗം ചേരുക? ഒപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന അനുസരിച്ച് കേരളത്തിലെ ചൂടിന്റെ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ് ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. ഏപ്രിൽ മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും താപനില വളരെയധികം ഉയരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്തുണ്ട്. ഇതുവരെ ഉണ്ടായ സർവകാല റെക്കോർഡ് അത് കഴിഞ്ഞ ദിവസമാണ്. 6017 മെഗാവാട്ട് കറണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റൊരു ദിവസം മാത്രം സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ മാസമാണെങ്കിലും അടുത്ത മാസമാണെങ്കിലും ചൂട് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ തന്നെയാണെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് KSEB കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വൈദ്യുതി നിയന്ത്രണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇന്ന് KSEBയുടെ ഉന്നതതല യോഗം വൈകിട്ട് 5:30 ചേരുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം KSEB ഉദ്യോഗസ്ഥർ വിലയിരുത്തും. അതിനോടൊപ്പം തന്നെ നിലവിൽ ഈ വൈദ്യുതി ഉപഭോഗം കൂടിയ പശ്ചാത്തലത്തിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങളും KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ലോഡ് ഷെഡിങ്ങിലേക്കോ മറ്റ് നിയന്ത്രണങ്ങളിലേക്കോ നിലവിൽ കടക്കേണ്ട സാഹചര്യമില്ലെന്നാണ് KSEBയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് ചൂട് വരും ദിവസങ്ങളിലും കൂടും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലാണ് പിന്നെയും താപനില കുറയുന്ന അല്ലെങ്കിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ താപനില ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ തന്നെ പാലക്കാട് ജില്ലയാണ് എടുത്തു പറയേണ്ടത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിലെ താപനില ഉയരാം എന്നാണ് വകുപ്പ് അറിയിക്കുന്നത്. പിന്നീടുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. കോട്ടയത്താണെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, തിരുവനന്തപുരത്തും 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർജ്ജലീകരണം തടയാനായി പരമാവധി വെള്ളം കുടിക്കുക, 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാതെ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നൊക്കെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ താപനില ഉയരും. എല്ലാവരും കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സേതു.